വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മുഖ്യാതിഥിയായി പങ്കെടുക്കും. സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ മിഷൻ സമുദ്രയ്ക്കും ഇന്ന് തുടക്കം കുറിക്കും. ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ തുറമുഖത്ത് എത്തിയിട്ടുണ്ട്. വിഴിഞ്ഞത്ത് നിന്ന് RB സനൂപ്, ഇന്നത്തെ പരിപാടിയുടെ വിശദാംശം പറയൂ. നിഷാദ്, അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി തുറമുഖം സന്ദർശിച്ചു. അദ്ദേഹം ബർത്തിലടക്കം എത്തി. അതേപോലെ ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കൺട്രോൾ റൂമിലൊക്കെ തന്നെ സന്ദർശനം നടത്തി. അവലോകന യോഗത്തിലും പങ്കെടുത്തു. 10:45 കണ്ടെയ്നറുകൾ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. 2 കണ്ടെയ്നറുകളാണ് ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ഒന്ന് നിലമേൽ എക്സ്പോർട്സ് എന്ന കമ്പനിയുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, അത് സ്പെയിനിലെ വലൻസിയ തുറമുഖത്തേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. രണ്ടാമത്തേത് ചക്കിയ ഏജൻസി എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ വസ്തുക്കളാണ്. അത് കളിമണ്ണാണ്. അത് ഈ പെയിന്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയുള്ള കളിമണ്ണാണ്. അത് ഇസ്താംബൂളിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അപ്പോൾ വിഴിഞ്ഞത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. പലവിധ നാഴികക്കല്ലുകളും പിന്നിട്ടിരുന്നു. ഇപ്പോ തുറമുഖത്ത് നിന്നുള്ള ഗുണഫലം അത് നേരിട്ട് സംസ്ഥാനത്തിന് ലഭിക്കുന്ന കയറ്റുമതി ഇറക്കുമതി എക്സിം കാർഗോ ഓപ്പറേഷൻസ് ആണ് ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്ത് വലിയൊരു നേട്ടം കൂടിയാണ്. കാരണം ഇതുവരെ ഉണ്ടായിരുന്നത് തുറമുഖത്ത് ട്രാൻസ്ഷിപ്മെന്റ് ആയിരുന്നു. അതായത് കപ്പലിൽ നിന്ന് കപ്പലിലേക്ക് ചരക്ക് കൊണ്ടുവരികയും തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതി. അതിൽ നിന്ന് മാറി നമ്മുടെ ഇവിടെ റോഡ് മാർഗം ചരക്കുകൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുവഴി പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് ലോകത്തിന്റെ പല ഇടങ്ങളിലേക്കും വിഴിഞ്ഞത്ത് നിന്ന് കൊണ്ടുപോകാൻ കഴിയും. പൊതുവെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ തന്നെ കൊളംബോ, സിംഗപ്പൂർ തുറമുഖങ്ങൾ വഴിയാണ് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതിന് ചെലവ് വളരെ കൂടുതലുമായിരുന്നു. പക്ഷേ വിഴിഞ്ഞം വഴി ഇനി നമുക്ക് ചെലവ് കുറഞ്ഞ രീതിയിൽ ഈ വസ്തുക്കളൊക്കെ തന്നെ കയറ്റുമതി ചെയ്യാൻ പറ്റും. അതേപോലെ മറ്റിടങ്ങളിൽ നിന്ന് വസ്തുക്കൾ ഇവിടെ ഇറക്കുമതി ചെയ്യാനും കഴിയും. അത് റോഡ് മാർഗം കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഇതുവഴി പ്രാദേശികമായിട്ടുള്ള വികസനം അടക്കം ഉണ്ടാവും, തൊഴിൽ സാധ്യതകളടക്കം വർദ്ധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഇതുവരെ 1100 കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞു. അതേപോലെ 2.3 മില്യൺ TU ചരക്ക് കൈകാര്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കൂടി ആരംഭിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വിഴിഞ്ഞവും വളരും. അതിനോടൊപ്പം തന്നെ കേരളത്തിനും വളരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് മിഷൻ സമുദ്ര എന്ന ഒരു സ്വപ്ന പദ്ധതി കൂടി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള തുടക്കം കുറിക്കൽ കൂടി ഇന്ന് ഉണ്ടാവും. ചെറുകിട വൻകിട തുറമുഖങ്ങൾ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് 8 വ്യവസായ ക്ലസ്റ്ററുകളും 3 പ്രധാനപ്പെട്ട നഗരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മിഷൻ സമുദ്ര നടക്കുന്നത്. അത് ഈ വ്യവസായ വാണിജ്യ നീക്കത്തിന് പുറമെ ടൂറിസം രംഗത്തും വളരെയധികം നേട്ടം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മിഷൻ സമുദ്രയായിട്ട് സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും ഇന്നത്തെ പരിപാടിയിൽ ഉണ്ടാകും. പ്രതിപക്ഷത്തെ അടക്കം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല, പകരം വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ കിട്ടുന്ന വിവരം. നിഷാദ്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം പരിപാടിക്ക് തുടക്കമാവും.